സലിം മാലിക് കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് സലിം മാലിക് ചേരുന്നത്. സലിം, പറയൂ വിവരങ്ങൾ. ഉന്മേഷ്, വളരെ നേരത്തെ തന്നെ ഇന്ന് റമദാൻ മാസപ്പിറവി കണ്ടു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. കാരണം സാധാരണഗതിയിൽ ഈ നിസ്കാരം കഴിഞ്ഞ് സന്ധ്യാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം ഈ യോഗം കൂടിയതിനൊക്കെ ശേഷമാകും ഈ മാസപ്പിറവി ദർശിക്കുക. സാധാരണഗതിയിൽ ഒരു 7:15 അതല്ലെങ്കിൽ 7:30 നമുക്ക് മാസപ്പിറവി സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഇത്തവണ വളരെ നേരത്തെ തന്നെ റമദാൻ മാസപ്പിറവി കണ്ടു എന്നുള്ളതാണ്. പാളയത്ത് നിന്ന്, അത് പാളയം ഇമാം VP സുഹൈൽ മൗലവി ആദ്യം തന്നെ അത് മാസപ്പിറവി കണ്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഓരോ വിവിധ പള്ളികളിലെ ഖാസിമാർ ഇവിടെ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ മാസപ്പിറവി കണ്ടു. അതിനുശേഷം മഗ്‌രിബ് നമസ്കാരാനന്തരം ആ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. വർക്കല, പൂവാർ തുടങ്ങിയ ഇടങ്ങളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മാസപ്പിറവി കണ്ടത്. തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ പള്ളികളും, തിരുവനന്തപുരം ജില്ലയുടെയും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലെ മുഴുവൻ പള്ളികളും ഈ വ്രതശുദ്ധിയുടെ ഈ പുണ്യമാസത്തെ വരവേൽക്കാനുള്ള എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. അത് വളരെ നേരത്തെ തന്നെ പള്ളികൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നുള്ളത് മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമായി നിന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് റമദാനെ വരവേൽക്കാനായി ഈ നിൽക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ മഗ്‌രിബ് നമസ്കാരാനന്തരം തന്നെ മാസപ്പിറവി കണ്ടു എന്ന വാർത്ത വരികയും അത് ഉടൻ തന്നെ വളരെ വേഗത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ സാധാരണ കോഴിക്കോട് നിന്ന് ആണ് ആദ്യം മാസപ്പിറവി കാണുന്ന വാർത്തകൾ വരുന്നത്. ഇത്തവണ അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ മാസപ്പിറവി കാണുന്ന വാർത്ത വരുന്നു. ശരി സലിം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ അവിടെ നൽകുകയും ചെയ്യുന്നുണ്ട്. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.